ആദ്യത്തെ കാര്യം ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ഇങ്ങനെ ഈ വന്ദേമാതരം മുഴുവൻ ആലപിക്കുന്നത്. അത് രാജ്ഭവനിൽ നിന്നുള്ള നിർദ്ദേശം അനുസരിച്ചിട്ടാണ്. ഞാനും നിൽക്കുമ്പോഴാണ് കേൾക്കുന്നത്, മുഴുവൻ കേൾക്കുന്നത് ഞാനും നിൽക്കുമ്പോഴാണ് കേൾക്കുന്നത്. അതിന്റെ ഇടയിൽ ചെന്ന് തടസ്സപ്പെടുത്താൻ പറ്റുമോ? പിന്നെ അതിന്റെ ഇടയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇത് അവസാനം ഇത് ആലപിക്കുമെന്ന് അറിയില്ല. അവസാനം സാധാരണ നാഷണൽ ആന്തമാണ് ചെയ്യുന്നത്. ഇതുകൂടി ആലപിച്ചു, നമ്മൾ അറിഞ്ഞുകൊണ്ടല്ല. നോക്കൂ, നമ്മുടെ മുഖ്യമന്ത്രി സതീശൻ സാറ് എത്ര നിഷ്കളങ്കായിട്ടാണ് നമ്മളോട് സംസാരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആ മന്ത്രിസഭ അധികാരമേൽക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വന്ദേമാതരം പാടിയതുമായിട്ടുള്ള ഒരു വിവാദങ്ങൾ പത്രലേഖകർ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞതാണ്, അദ്ദേഹം പോലും അവിടെ വെച്ചാണത്രേ ഇതാദ്യമായി പാടിക്കേൾക്കുന്നത്. അതൊരു ശരിയാണല്ലോ. അപ്പോൾ അതിനു മുമ്പ് ആരും പാട്ട് പാടി അദ്ദേഹം കേട്ട് കാണില്ല. എല്ലാവർക്കും അങ്ങനെയല്ലേ, പാടുമ്പോഴല്ലേ കേൾക്കാൻ പറ്റുള്ളൂ. അദ്ദേഹത്തിനും അവിടെ വെച്ചാണ് ഇത് പാടുന്നത് കേട്ടത്. അത് ആദ്യത്തെ ഈ ഒരു 2 സ്റ്റാൻസയാണ് ഇതുവരെ നമ്മുടെ ഭാരതത്തിൽ പാടിക്കൊണ്ടിരുന്നത്. പക്ഷേ ഈ അടുത്ത കാലത്തായിട്ട് BJP ഈ അധികാരത്തിലൊക്കെ ഏറിയതിന് പിന്നെ അത് മുഴുവൻ പാട്ടും പാടുന്നതായിട്ട് ഇപ്പോൾ ഒരു ഓർഡർ ഇറക്കിയിട്ടുണ്ട് കേന്ദ്ര ഗവൺമെൻറ്. പ്രത്യേകിച്ച് ഈ ഗവർണർമാരൊക്കെ പങ്കെടുക്കുന്ന ചടങ്ങുകളിൽ അത് പരിപൂർണമായി പാടണം എന്ന് കേന്ദ്ര ഗവൺമെൻറ് നിഷ്കർഷിച്ചതിനനുസരിച്ച് ഇപ്പോൾ ഗവർണർ പങ്കെടുക്കുന്ന എല്ലാ ചടങ്ങുകളിലും ഈ വന്ദേ മാതരം ഇപ്പോൾ കമ്പൽസറിയാണ്. അപ്പോൾ അതനുസരിച്ചിട്ടാണ് ഇവിടെയും പാടിയത്. എന്തായാലും പാവം നമ്മുടെ സതീശൻ സാറ് ഈ വക കാര്യങ്ങളൊക്കെ അവിടെ ആ സ്റ്റേജിൽ ഈ വന്ദേ മാതരം മുഴുവൻ പാടുന്ന സമയത്താണത്രേ ഇത് കേൾക്കുന്നതും മനസ്സിലാക്കിയതും ഇങ്ങനൊരു ചതി ഇതിൻ്റെ പുറകിലുണ്ടെന്ന്. പക്ഷേ അതിന് ശേഷം എന്തെങ്കിലും പ്രതിഷേധം ഗവർണറെ അറിയിച്ചോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ആദ്യം തന്നെ ഒരു ഏറ്റുമുട്ടലിന് പോകണ്ട എന്ന് അദ്ദേഹം തീരുമാനിച്ചു കാണും. പക്ഷേ അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. സതീശൻ സാറെ തൊട്ടടുത്ത സംസ്ഥാനത്ത് നമ്മുടെ വിജയ് മുഖ്യമന്ത്രിയായത് ഒരാഴ്ച മുമ്പായിരുന്നല്ലോ. ആ സമയത്തൊക്കെ സതീശൻ സാറും കൂട്ടരും ഇവിടെ ഈ മുഖ്യമന്ത്രി കസേര ഉറപ്പിക്കണ ഓട്ടപ്പന്തയത്തിലായിരുന്നില്ലേ? ആ തമ്മിലടി നമ്മൾ ഓർക്കുന്നുണ്ടാവുമല്ലോ. അതിൽ സാറ് വിജയിച്ചത് കൊണ്ടാണല്ലോ ഇപ്പോൾ ഇങ്ങനെ മുഖ്യമന്ത്രിയായതും ഈ സത്യപ്രതിജ്ഞ ഇവിടെ നടന്നത്. അവിടെയാണ് ഈ ഗവർണർ ഈ പണി പറ്റിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്നറിയില്ല, 1937 തന്നെ മഹാത്മാഗാന്ധി, നെഹ്റു ഒക്കെ ഇതിൻ്റെ ആദ്യത്തെ 2 സ്റ്റാൻസ മാത്രമേ അംഗീകരിക്കാൻ പറ്റുള്ളൂ എന്ന് അവർ തീരുമാനിച്ചിരുന്നു. കാരണം എന്താ അറിയോ, നമ്മുടെ ബങ്കിം ചന്ദ്ര ചാറ്റർജി എഴുതിയതാണല്ലോ. അദ്ദേഹം ഈ ഭാരതത്തെ അല്ലെങ്കിൽ ഇന്ത്യയെ ഒരു ഹിന്ദു ദേവത എന്ന് പറഞ്ഞാൽ ദുർഗാദേവിയൊക്കെ സാമ്യപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം രചിച്ച അതിമനോഹരമായ ഒരു ഗാനമായിരുന്നു. എന്നാൽ അതിൻ്റെ 2 സ്റ്റാൻസ് കഴിഞ്ഞ് വരുന്നതെല്ലാം തന്നെ ഒരു പ്രത്യേക മതവിഭാഗവുമായി ചേർന്ന് നിൽക്കുന്നു എന്നൊരു ആക്ഷേപം ഉയർന്നു വന്നേക്കാൻ ഇടയുണ്ടെന്നും അത് മറ്റ് ന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് വിഷമകരം അംഗീകരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ളത് കൊണ്ടാണ് ആദ്യത്തെ 2 സ്റ്റാൻസ മാത്രം നമുക്ക് പാടിയാൽ മതിയെന്നും അത് നമ്മുടെ ഭരണഘടനാ അസംബ്ലി തീരുമാനിക്കുകയും ചെയ്തതാണ്. പക്ഷേ ഈ അടുത്ത കാലത്ത് BJP വന്നു കഴിഞ്ഞപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഈ ആദ്യത്തെ 2 സ്റ്റാൻസയേക്കാൾ ഇമ്പോർട്ടൻ്റ് പിന്നീട് വരുന്ന ഭാഗങ്ങളാണ്. കാരണം അവിടെയാണ് ഹിന്ദു ദേവതയെ പ്രകീർത്തിച്ചു കൊണ്ടുള്ള വരികൾ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് അതും കൂടെ പാടണമെന്ന് അവർ നിർബന്ധം പിടിക്കുകയും അത് ഗവർണർമാർ പങ്കെടുക്കുന്ന എല്ലാ മീറ്റിങ്ങുകളിലും നിർബന്ധമായി പാടണമെന്ന് ഉത്തരവിറക്കുകയും ചെയ്തു എന്നൊക്കെയാണ് പറഞ്ഞു കേൾക്കുന്നത്. അതനുസരിച്ചാണ് ഈ ഗവർണർമാർ പങ്കെടുക്കുന്ന എല്ലാ മീറ്റിങ്ങുകളിലും ചടങ്ങുകളിലും ഇത് പരിപൂർണമായി പാടുന്നത്. എന്നാൽ ആസാമിലും ബംഗാളിലും എന്തുകൊണ്ട് സത്യപ്രതിജ്ഞാ ചടങ്ങിൽ അത് മുഴുവൻ പാടിയില്ല എന്നൊന്നും ചോദിക്കരുത് കേട്ടോ. അത് വേറൊരു നീതി, ഇത് മറ്റൊരു നീതി. എന്തായാലും നമ്മുടെ സതീശൻ സാറും സംഘവും PM ശ്രീ ഒപ്പിട്ട സമയത്ത് ഈ ഇടതുപക്ഷ ഗവൺമെൻറ് BJPക്ക് കീഴ്പ്പെടുകയാണെന്ന് പറഞ്ഞ് ഈ ന്യൂനപക്ഷങ്ങളിൽ ഒരു പ്രത്യേകതരം വികാരമുണ്ടാക്കി അവരെല്ലാം ഇടതുപക്ഷത്തിനെതിരെ തിരിച്ചുവിട്ടവരാണ് നിങ്ങളെന്നും അന്ന് പക്ഷെ നമുക്കൊരു കാര്യം പറയായിരുന്നു, അത് ഒപ്പിട്ടാൽ 1000-ഓളം കോടി രൂപ കേരളത്തിന് കിട്ടേണ്ട തുക, അർഹതപ്പെട്ട തുക കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു അന്നത് ചെയ്തിരുന്നെങ്കിൽ. ഇന്നൊന്നും കിട്ടാൻ വേണ്ടിയിട്ടല്ല, ഇന്ന് അവരുടെ ബുക്കിൽ നല്ല പിള്ള ചമയാൻ വേണ്ടിയിട്ടാണോ സതീശൻ സാറ് ഒരു പ്രതിഷേധം പോലും അറിയിക്കാതിരുന്ന് എന്ന് ജനം സംശയിച്ചാൽ അത് കുറ്റം പറയാൻ പറ്റില്ലോ. എന്തായാലും നമ്മുടെ പ്രേക്ഷകർ ഇതിനെയെല്ലാം വിലയിരുത്തട്ടെ. ലോകത്തിലെ സകല കാര്യങ്ങളെപ്പറ്റിയും വളരെ വ്യക്തമായും സഗൗരവവും പഠിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് സതീശൻ സാറിനെ നമ്മൾക്കൊക്കെ മനസ്സിലായിട്ടുള്ളത്. ഒരു കാര്യമുണ്ടെങ്കിൽ അത് പഠിച്ചിരിക്കും. പക്ഷേ ഇതെന്തുകൊണ്ട് അദ്ദേഹം മനസ്സിലാക്കാതെ പോയി എന്നുള്ളത് സ്വാഭാവികമായിട്ടും ഈ മതേതര കേരളത്തിന് മുമ്പിൽ വലിയൊരു ചോദ്യചിഹ്നം തന്നെയാണ്. അതിനോട് എങ്ങനെയായിരിക്കും ഭാവിയിൽ ഇനി പ്രതികരിക്കുക എന്നും സാഗൂതം മലയാളികൾ നോക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയാതിരിക്കാൻ വയ്യ. നന്ദി, നമസ്കാരം. മറ്റൊരു വിഷയവുമായി മറ്റൊരു എപ്പിസോഡിൽ കാണുന്നവരെ താങ്ക് യു.